ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളെ സുഖിപ്പിക്കാനും എളുപ്പമാണ്, അവരെ പ്രകോപിപ്പിക്കാനും വളരെ എളുപ്പമാണ്. കാരണം അവർ മദ്രസ പൊട്ടന്മാരാണ്. അതുകൊണ്ട് എല്ലാവരെയും അല്ല കേട്ടോ, മദ്രസ പൊട്ടന്മാരായ ചില ആളുകൾ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും കാലവും വളരെ ശക്തമായ രൂപത്തിൽ ഞാൻ പഠിച്ച് ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്. ഇസ്ലാം മത വിമർശനം നിരന്തരം തുടർന്നു പോകുന്ന ഒരാളാണ് ഞാൻ. വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ല. അത് രണ്ടിനു വേണ്ടിയാണെങ്കിൽ, പ്രശസ്തിക്കും പേരിനുമാണെങ്കിലും, പണമുണ്ടാക്കുന്നതിന് വേണ്ടിയാണെങ്കിലും, മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമാണെങ്കിലും ഇസ്ലാമിനെ വെള്ളപൂശി സംസാരിച്ചാൽ മതി. നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥാനങ്ങൾ കിട്ടും. ഇതുവരെ ഞാൻ നടത്തിയ മുഴുവൻ ഇസ്ലാം മത വിമർശനങ്ങളും മുസ്ലിങ്ങളും മറക്കും. ഒറ്റ വാക്ക് മതി. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, കാപ്പാട്. അയാള് ഇസ്ലാം മത വിമർശന രംഗത്തൊക്കെ മുന്നിൽ നിന്നിട്ടുള്ള ഒരാളാണ്. ഒടുവിലെ സഹോദരന്റെ മകൾക്ക് കല്യാണമാകാത്തതിനെ തുടർന്ന് അയാൾ പള്ളിയിൽ പോയി ഒന്ന് നമസ്കരിച്ചു. അതുവരെ യുക്തിവാദ സദസ്സുകളൊക്കെ ഏറ്റവും മുൻ വരിയിലിരുന്ന വീഡിയോ പിടിക്കാനും ഒരുപാട് ഫണ്ടുകൾ കൊടുക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ഒരാളായിരുന്നു. പരിപാടിക്കൊക്കെ, യുക്തിവാദ പരിപാടികൾക്കൊക്കെ പേരെടുത്ത യുക്തിവാദിയുമാണ്. ഖുർആൻ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടുകൂടി പിന്നീട് മുസ്ലിങ്ങളെ അയാളെ പൊക്കിക്കൊണ്ട് നടന്നു. പിന്നീട് ഒരിക്കലും ഒരു യുക്തിവാദ പോസ്റ്റുമായിട്ട് ആൾ വന്നിട്ടില്ല. പക്ഷെ ആളിൽ നിന്നും വിശ്വാസം എന്നോ പോയി മറഞ്ഞതാണ്. കണ്ടോ, ഇതാണ് മുസ്ലിങ്ങൾക്ക് പെട്ടെന്ന് മറക്കാനും പറ്റും, പൊറുക്കാനും പറ്റും. പക്ഷെ അവരൊരിക്കലും പൊറുക്കാത്ത ഒരു പാപമുണ്ട്. മുഹമ്മദിനെ നിന്ദിച്ചു, അതവരുടെ ഉള്ളിൽ കാണും. ഇനിയിപ്പോൾ മുഹമ്മദിനെ എത്ര കണ്ട് നിന്ദിച്ച ആളാണെങ്കിലും ശരി, തൽക്കാലത്തേക്ക് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി പറഞ്ഞാലും അവർ പിടിച്ചിരിക്കും. നമ്മുടെ ജോസഫ് മാഷ് എന്ത് തെറ്റാ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. തിരക്കഥയുടെ രീതിശാസ്ത്രം കിട്ടി മുഹമ്മദിന്റെ. അദ്ദേഹത്തിന്റെ നോവലിന്റെ ഒരു ഭാഗം എടുത്ത് ചിഹ്നം മാറ്റിയെഴുതാൻ കുട്ടികൾക്ക് കൊടുത്തതേ ഉള്ളൂ. അത് അപരാധമായിട്ട് ഇന്നും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല, നമുക്കാർക്കും തോന്നിയിട്ടില്ല. അതുപോലെ കോടതിക്കും തോന്നിയിട്ടില്ല അതൊരു അപരാധമാണെന്ന്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ കൈയും കാലും എടുത്തവരോട് അദ്ദേഹം ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറായി. അവിടെയാണ് ആ മനുഷ്യന്റെ വിശാലമായ മനസ്സിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നമ്മുടെ എ പി അഹമ്മദ് പ്രതികരിക്കുന്നുണ്ട്. അഹമ്മദ് മാഷ് പറഞ്ഞത് ഇതിനെ മതവുമായിട്ട് കൂട്ടിക്കുഴക്കണ്ട, അങ്ങനെ ആ രീതിയിലുള്ള ഒരു വീക്ഷണകോണിലൂടെയാണല്ലോ താങ്കൾ അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിന്, ജോസഫ് മാഷിനോട് വ്യക്തി വിരോധം തീർക്കാനായിരുന്നില്ല കൈവെട്ടിയത്. മാഷിന്റെ ഭാഗത്ത് നിന്ന് നബി നിന്ദ ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ, അതാണല്ലോ പ്രകോപനത്തിന് ആധാരം. അതും അദ്ദേഹം കോട്ട് ചെയ്തതാണ്, മറ്റൊരു പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്ത് എഴുതിയാണ്. അതിന്റെ ഉത്തരവാദി ജോസഫ് മാഷയല്ല. പക്ഷേ എങ്കിലും അവിടെ മാഷിന്റെ കൈവെട്ടാൻ പ്രേരിപ്പിച്ചത് അത് അവർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിന് നേരെ ഒരു പരാമർശം, തെറ്റായ പരാമർശം ഉണ്ടായി, നബിക്ക് എതിരെ ഒരു പരാമർശം ഉണ്ടായി. അതുകൊണ്ടാണല്ലോ ഇമ്മീഡിയറ്റ്ലി അങ്ങനെ ഒരു ക്ഷിപ്രകോപത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. അതെ സാറേ, ഇതിൽ എന്റെ കൺസേൺ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ജോസഫ് മാഷ് കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാർ, നമ്മൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഏതാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തത് തെറ്റാണെന്നോ, അതോ ലോകത്തിലെ ഇസ്ലാം മുഴുവനും ജോസഫ് മാഷ് കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഒപ്പമാണെന്ന് നമ്മൾ വിശ്വസിക്കണോ? അതല്ല, പോപ്പുലർ ഫ്രണ്ടിനെ ഒറ്റപ്പെടുത്തിയിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കാത്ത, ജോസഫ് മാഷോട് പോപ്പുലർ ഫ്രണ്ടുകാര് ചെയ്ത കൃത്യത്തെ അപലപിക്കാത്ത, അവര് ചെയ്തത് തെറ്റാണ് എന്ന് പറയാത്ത ആളുകളെ നമ്മൾ എതിർക്കും. അവർക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഖുർആനിലെ ശിക്ഷയാണ് അവർ നടപ്പാക്കിയത്. തീവ്രവാദത്തെ തകർക്കണം. ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എസ് എ ഭാഷയെ നമുക്ക് നേരിടണം, അബ്ദുൽ നാസർ മദനിയെ നമുക്ക് നേരിടണം. ഇവിടുത്തെ ഇസ്ലാം മതത്തിലെ വിദ്യാഭ്യാസവും ഉള്ളവർ, മതപണ്ഡിതർ എന്തുകൊണ്ട് ഇതിനെയൊന്നും പൂർണ്ണമായി തള്ളി പറയുന്നില്ല? ചോദ്യം അങ്ങനെയൊന്നുമല്ല സാർ, അങ്ങനെയൊന്നുമല്ല. എല്ലാ മതസംഘടനകളും കഴിയുന്നത്ര ഇവിടുത്തെ നമ്മൾ പലതും കാണാത്തത് കൊണ്ടാണ് പരമാവധി അവരൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയേ ഉള്ളൂ. എസ് എ ഭാഷയെ വലിയ തോതിൽ വാഴ്ത്തിക്കൊണ്ട് മരണാനന്തര കർമ്മങ്ങൾ നടത്തിയത് ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാമിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയണോ? അതല്ല, അത് ഇസ്ലാമിനോട് ചെയ്ത വലിയ പാതകമാണെന്ന് പറയണോ? ജോസഫ് മാഷ് കൈവെട്ടിയത് ഇന്ത്യയോട് മാത്രമല്ല ഇസ്ലാമിനോട് തന്നെ ചെയ്ത അക്രമമാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദേശീയ ബോധം ഇസ്ലാമിനെ വിശ്വാസത്തോടെ എടുക്കണം. പാവങ്ങളായ മുസ്ലിങ്ങളെ അക്രമികളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇല്ല, നല്ലവരായ മുസ്ലിങ്ങളുണ്ട്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടുകാർ ഒരു കാര്യം ചെയ്തു എന്ന് വെച്ച് മുഴുവൻ മുസ്ലിങ്ങളും ഭീകരരാണ് എന്ന് പറയാൻ ആർക്കും പറ്റില്ല. ആരും അത് പറഞ്ഞിട്ടുമില്ല. മറിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ ഭീകരരാണ് എന്ന് പറയാത്ത, അവര് കാരണമാണ് ബാക്കിയുള്ള മുസ്ലിങ്ങൾ കൂടി പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നത് എന്ന് പറയാത്ത ആളുകളെ കുറിച്ച് നമ്മൾ എന്തു പറയണം?
നമുക്കെല്ലാവർക്കും സുപരിചിതനായ റിജു, അദ്ദേഹം എസെൻസിന്റെ അമരക്കാരിൽ ഒരാളാണ്. അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പോസ്റ്റാണ്. റിജു ഒരു എഴുത്തുകാരനും കൂടിയാണ്, ഒരു ജേർണലിസ്റ്റാണ്, ഒരു അധ്യാപകനാണ്. ഇക്കഴിഞ്ഞ ലിറ്റ്മസിന്റെ തലേന്ന്, അതായത് ഒക്ടോബർ 11 വെള്ളിയാഴ്ച കോഴിക്കോട് സ്വപ്നനഗരിയിലെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വേദിയിൽ വെച്ച് പ്രൊഫസർ TJ ജോസഫുമൊത്ത് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് കോടതി കയറത്തക്ക ഒരു കേസായി മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അറ്റുപോകാത്ത സൗഹൃദം ലിറ്റ്മസ് വേദിയിൽ ജോസഫ് മാസ്റ്റർക്കൊപ്പം എന്ന ക്യാപ്ഷനിൽ അത് പോസ്റ്റ് ചെയ്തപ്പോൾ സാധാരണമായി ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ പിറ്റേന്ന് ഉച്ചയോടെ ലിറ്റ്മസ് നടക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്നെ ഫോൺ ചെയ്ത് പറയുകയാണ്, നീയും ജോസഫ് മാഷും നിൽക്കുന്ന ഫോട്ടോയ്ക്ക് താഴെ ഒരുപാട് വിദ്വേഷ കമന്റുകൾ വരുന്നുണ്ടെന്ന്. കമന്റ് ബോക്സ് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു സാധാരണ ഫോട്ടോയ്ക്ക് 500-ലധികം പ്രതികരണങ്ങൾ, പലതും പച്ചത്തെറിയാണ്, ചിലത് കൊലവിളി. അത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഭീതിയായി. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെ വെട്ടി നുറുക്കിയിട്ടും വീണ്ടും അയാളെ തെറി പറയുന്നു, അത് കിട്ടേണ്ടതാണ് എന്ന് പറയുന്നു. ആ സംഖ്യയുടെ 2 കൈയും വെട്ടാഞ്ഞത് എന്തേ എന്ന് ആഹ്ലാദിക്കുന്നു. അസ്ഥി മരവിപ്പിക്കുന്ന പച്ചയായ പൊട്ടൻഷ്യൽ ജിഹാദിസം. തെറി കമന്റുകൾ ഡിലീറ്റ് ചെയ്ത ഞാൻ മാന്യമായി വിമർശിച്ചവർക്ക് മറുപടിയും കൊടുത്തു. ബാക്കിയുള്ള വിദ്വേഷ കമന്റുകൾ അങ്ങനെ തന്നെ നിലനിർത്തി. കേരള പോലീസിനെ മെൻഷൻ ചെയ്തു. മാസം 1 കഴിഞ്ഞു. ഞാൻ ആ സംഭവം മറന്നുപോയി. അതിനിടയിൽ ഞാനും ജോസഫ് മാഷും അടങ്ങുന്ന സംഘം ഗോവയിൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ പോയി ആർമാദിച്ച് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് എൻ്റെ നാടായ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നത്. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് താഴെ വിദ്വേഷ കമന്റ് ഇട്ടവരിൽ പ്രധാനികൾക്കെതിരെ IT ആക്ട് പ്രകാരം FIR ഇട്ടിട്ടുണ്ട് എന്ന്. സ്റ്റേറ്റ് സൈബർ സെൽ കേസെടുത്ത് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയായിരുന്നു. ക്രൈം നമ്പർ 886/24. ഇതിൽ മൊഴിയെടുക്കാൻ 2 സാക്ഷികളുമായി വരണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കുന്നമംഗലം പോലീസിൽ നിന്ന് വിളിച്ചു. വളരെ സൗഹാർദ്ദപരവും ഊർജ്ജസ്വലവുമായിട്ടായിരുന്നു പോലീസിന്റെ പെരുമാറ്റം. പലതവണ ഇത്തരം കേസുകളിൽ പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ പുറകോട്ടടിച്ചത് എന്ന് പോലീസിനോട് തുറന്നു പറഞ്ഞു. പക്ഷേ ഇനി അതുണ്ടാവില്ലെന്നും ഇത് പോലീസ് സ്വമേധയാ കേസെടുത്ത കാര്യമാണെന്നും CPO പറഞ്ഞു. അങ്ങനെ ഞാനും മുക്കത്തെ പ്രിയ സുഹൃത്തും എസെൻസ് ഗ്ലോബൽ വളണ്ടിയറുമായ ലിബി സെബാസ്റ്റ്യനും കോഴിക്കോട്ടെ സീനിയർ നാസ്തികനായ അബ്ദുൽ നാസറും ചേർന്ന് ഇന്നലെ വൈകിട്ട് 4:30 കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായ മൊഴി നൽകി. ഈ രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങൾ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് പോലീസുകാരൻ എന്ന് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. ജോസഫ് മാഷുമായി എങ്ങനെയാണ് പരിചയം, എന്താണ് എസെൻസ് ഗ്ലോബൽ, എന്താണ് ലിറ്റ്മസ് എന്നൊക്കെ വിശദമായി ചോദിച്ചറിഞ്ഞു. എക്സ് മുസ്ലിമായി എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് നാസറും, എന്താണ് എസെൻസിന്റെ രാഷ്ട്രീയം എന്നതിനെ കുറിച്ച് ലിബി സെബാസ്റ്റ്യനും ചെറിയ ഒരു ക്ലാസ് പോലീസിന് നൽകുകയും ചെയ്തു. ഞങ്ങളെ 3 പേരെയും ബന്ധിപ്പിക്കുന്ന പൊതുഘടകം എസെൻസ് ഗ്ലോബൽ ആണ് എന്ന കാര്യം അദ്ദേഹം പ്രത്യേകം എഴുതി വെക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. പ്രതികൾക്കെതിരെ 3 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം അവരുടെ ഫോണുകൾ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കേണ്ടി വരുമെന്നാണ് പോലീസ് പറയുന്നത്. പിന്നെ അത് കിട്ടാൻ 1 വർഷമെങ്കിലും എടുക്കുമത്രേ. അതാവും അവർക്ക് കിട്ടുന്ന യഥാർത്ഥ ശിക്ഷ. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പോലീസുമായിട്ടുള്ള കൂടിക്കാഴ്ച അവസാനിച്ചത്. CPO ആരിഫ് ഹുസൈന്റെ ആരാധകനാണ്. നമ്പർ ചോദിച്ചു വാങ്ങി. രവിമാഷിന്റെ ഷോർട്ട് വീഡിയോസും ധാരാളം കണ്ടിട്ടുണ്ട് എന്നും പിന്നീട് അദ്ദേഹം വാട്സാപ്പിൽ സന്ദേശം അയച്ചു. എസെൻസ് മാഗസിന്റെയും ന്യൂറോൺസ് എസെൻസ് ഗ്ലോബൽ ചാനലുകളുടെ ലിങ്കും കൊടുത്തു. ഇനി പരിപാടി നടക്കുമ്പോൾ അറിയിക്കണമെന്നും തനിക്കും ഈ പരിപാടിയിൽ താല്പര്യമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിൽ നിന്ന് ഞെട്ടിച്ചത് പ്രൊഫസർ TJ ജോസഫ് എന്ന സാധു മനുഷ്യന്റെ നിലപാടാണ്. തന്റെ പേരിൽ ആരെയും കോടതി കയറ്റുന്നതിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ല. മതത്തിന്റെ ഇരകളോട് പൊറുക്കുക എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത്. നമ്മൾ പരാതി കൊടുത്തിട്ടൊന്നും സ്റ്റേറ്റ് ആണ് നടപടിയെടുത്തതെന്നും പരാതി കൊടുത്തിട്ടില്ലെന്നും സ്റ്റേറ്റ് ആണ് നടപടിയെടുത്തതെന്നും കൈവെട്ട് കേസ് വിധി വന്നപ്പോൾ ജോസഫ് മാസ്റ്റർ പറഞ്ഞതുപോലെ സ്റ്റേറ്റിന്റെ രീതിയാണ് ഇവിടെ നടപ്പാകുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം കൺവിൻസ്ഡ് ആയത്. ഒരു കാലത്ത് ഈ കുടികിടപ്പ് അവകാശം കിട്ടുമെന്ന് പരിഹസിക്കപ്പെട്ട രീതിയിൽ നിരന്തരം കയറി ഇറങ്ങിയിരുന്ന കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ എത്തിയിട്ട് 25 വർഷത്തിലേറെയായി. ഹർത്താലും വഴിതടയലും ബോംബേറും ഒക്കെയായി ആ പഴയ മനോഹരമായ CPM കാലം നോസ്റ്റു അടിച്ചു. ടൗണിൽ നിന്ന് മാറ്റി അടുത്തുള്ള ഒരു ചെറിയ കുന്നിൻ മുകളിലേക്ക് മാറ്റിയ പോലീസ് സ്റ്റേഷൻ കണ്ടാൽ ഇപ്പോൾ ഒരു റിസോർട്ടാണെന്ന് തോന്നും. വൃത്തിയുള്ള കെട്ടിടവും ക്യാബിനുകളും ഒക്കെയുള്ള കണ്ടാൽ ഒരു IT കമ്പനിയാണെന്ന് തോന്നും. പഴയ ഭീകര അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഒരുപാട് മാറുകയാണ് പോലീസുകാരും. ഇതാണ് റിജു എഴുതിയത്. നമുക്കെതിരെ ഏത് രൂപത്തിലുള്ള സൈബർ അറ്റാക്കിങ് വന്നാലും ശരി, നമുക്ക് പോലീസുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. അതിന്റെ പിന്നാലെ പോകണം നൂലാമാലകളാണ്. അങ്ങനെ പേടിച്ചിരുന്നാൽ സാധിക്കില്ല. പക്ഷേ മാനസിക രോഗികളാണ് നമുക്കെതിരെ വരുന്നതെങ്കിൽ അവർക്ക് ചില കൺസിഡറേഷൻസ് കിട്ടും. അവരെ ആ വഴിക്ക് വിടുക. പക്ഷെ അതല്ല, അവർക്കും കൂച്ചുവിലങ്ങടങ്ങാൻ ഇടൽ അനിവാര്യമാണെങ്കിൽ അത് ചെയ്യണം.